4 സുതാര്യമായിട്ടുള്ള ചോദ്യങ്ങളാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോട് നമുക്ക് ചോദിക്കാനുള്ളത്. 1, നിങ്ങൾ കൊണ്ടുവന്ന പുതിയ തുഗ്ലക്കിയൻ പരിഷ്കരണമായിട്ടുള്ള ഈ 9 ഡിജിറ്റ് SCC നമ്പർ എന്ന് പറയുന്നത് ബാക്ക് ഡോർ റെഗുലറൈസേഷൻ അല്ലേ? കള്ള വോട്ടുകളെ റെഗുലറൈസ് ചെയ്യാനുള്ള, അതിനെ സ്ഥിരീകരിക്കുവാനുള്ള തട്ടിപ്പേർപ്പാടല്ലേ? ഇത് മുഖാന്തരം ഒത്തിരി ആളുകൾക്ക് വന്ന് പലയിടത്തും വന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയല്ലേ? രണ്ടാമത്തെ ചോദ്യം, എനിക്ക് തോന്നുന്നു 17-ാം തീയതിയാണ് രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നത്. ആ കൺസൾട്ടേഷൻ ശേഷം പിന്നെ കൺസൾട്ടേഷൻ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഇന്നലെ പുതിയ വോട്ടർ പട്ടിക വന്നു. പുതിയ SCC വോട്ടർ പട്ടിക എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു ഇലക്ഷന് നമ്മൾ SIR-നെതിരെ പോരാടുന്നത് എന്തിനാണ്? ബീഹാർ ഇലക്ഷന് 4 മാസം മുമ്പ് പുതിയ പ്രോസസ് തുടങ്ങുന്നതിനാണ്. ഇത് കേരള ഇലക്ഷന്റെ പ്രഖ്യാപിക്കുന്നതിന് 1 മാസം മുമ്പ് ഒരു പുതിയ തുഗ്ലക്കിയൻ പരിഷ്കാരം കൊണ്ടുവയ്ക്കുക. ആരോട് ചർച്ച ചെയ്തു? കോൺഗ്രസിനോട് ചർച്ച ചെയ്തിട്ടില്ല. ആധികാരികമായി പറയുകയാണ്. നമ്മൾ അവസാനം വിളിച്ച 17-ാമത്തെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുള്ള മിനിറ്റ്സിൽ പറഞ്ഞിട്ടുള്ളത് അപാകതകളെക്കുറിച്ച് അല്ലെങ്കിൽ വോട്ട് ചേർക്കുന്നതിനെ കുറിച്ച് തുടർ കാര്യങ്ങളും സാധാരണ കാര്യങ്ങളുമാണ്. കോൺഗ്രസ് പാർട്ടിയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചർച്ച ചെയ്യാതെ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പുതിയ ഡിജിറ്റ്, ഇത്രയും വലിയൊരു മാറ്റം ആരും അറിയാതെ ഈ നോട്ട് നിരോധനം പോലെയുള്ള ഈ വോട്ടുണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നു? 3-ാമത്തെ പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ, എന്തുകൊണ്ട് എക്സിസ്റ്റിംഗ് വോട്ടർ പട്ടികയിൽ നിന്ന്, കരട് വോട്ടർ പട്ടികയിൽ നിന്ന് നമ്മുടെ വോട്ടർ ID കാർഡുള്ള EIC വോട്ടർ ID റിമൂവ് ചെയ്തത് എന്തിനാണ്? നിങ്ങൾ വോട്ടർ പട്ടികയിൽ ഒരു പാർട്ടിയിലുള്ള 800-900 ആളുകളുടെ ലിസ്റ്റ് കാണിക്കുമ്പോൾ ഈ പറഞ്ഞ പുതിയ SCC നമ്പറിനോടൊപ്പം ഈ വോട്ടർ ID കാർഡ് വെക്കുകയാണെങ്കിൽ താഴെ പോകുന്ന ആളുകൾക്ക്, വെരിഫൈ ചെയ്യുന്ന ആളുകൾക്ക് വെരിഫൈ ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ വെരിഫൈ ചെയ്യണ്ട എന്നുള്ള ഉത്തരവാദിത്തത്തോടല്ലേ നിങ്ങളിത് ചെയ്യുന്നത്? ഇനി 4-ാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ തൊഴിൽ എന്താണ്? എത്രയോ കാലമായി ഈ വോട്ടർ ഇരട്ടിപ്പ് മാറ്റണമെന്ന് കോൺഗ്രസ് പാർട്ടി അടക്കം എല്ലാ ആളുകളും പറയുന്നു. അത് മാറ്റുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷന് ഈ SCCയിലൂടെ പുതിയ വോട്ടുകൾ ആഡ് ചെയ്ത് അതിനെ റെഗുലറൈസ് ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത്.